തിരുവനന്തപുരം പാലോട് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടുപോത്തിനെ തുരത്തുന്നതിനിടയിൽ വനം വകുപ്പിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പോത്തിനെ വാഹനത്തിൽ പിന്തുടരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സിജോ വിൻജോട് ചേരുന്നുണ്ട്. സിജോ, പരിക്ക് ഗുരുതരമുള്ളതാണോ? ഗുരുതര പരിക്കല്ല, നിസ്സാര പരിക്കാണ് ഉള്ളത്. ഈ വാഹനം അധികം താഴത്തോട്ട് പോയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. അത്ര ഗുരുതരമായ പരിക്കുകളിലോട്ട് അത്തരം പ്രശ്നങ്ങളിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഒരു ഉദ്യോഗസ്ഥന് മാത്രമാണ്, ഡോക്ടറാണ്, ഡോക്ടർ അരുണ് മാത്രമാണ് പരിക്കേറ്റിരിക്കുന്നത്. മറ്റ് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടില്ല. ഈ വാഹനം താഴത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പാലോട് ജനവാസ മേഖലയിൽ ഇന്ന് രാവിലെയാണ് കാട്ടുപോത്ത് ഇറങ്ങുന്നത്. ഇതിനെ തുടർന്ന് ആളുകൾ അറിയിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പിന്റെ സംഘം അവിടെ എത്തുന്നത്. ഈ കാട്ടുപോത്ത് ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ചെയ്തിരുന്നത്. വൈകിട്ട് വരെ ഈ കാട്ടുപോത്തിനെ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിന് 3:30 കൂടിയാണ് ഈ കാട്ടുപോത്ത് അവിടെ നിന്ന് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ വാഹനത്തിൽ ഈ കാട്ടുപോത്തിനെ പിന്തുടരുകയായിരുന്നു. അതിന് പിന്നാലെ പോകുന്നതിനിടെയാണ് വളവ് തിരിക്കുന്നതിനിടെ ഈ വണ്ടി ആദ്യം റോഡിൽ നിന്ന് പുറകോട്ട് പയ്യെ പോവുക, അതിനുശേഷം അവിടെ നിന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല, ഊർന്ന് താഴത്തോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല, ഒരാൾക്ക് മാത്രമാണ് നിസ്സാര പരിക്കേറ്റിരിക്കുന്നത്. ശരി, വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റത്.